പ്ലസ് ടു പഠിക്കുമ്പോൾ മുതൽ അജനെ അറിയാം. വളരെ മനോഹരമായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അജനെ. പാട്ടിലാണ് അവളെപ്പോഴും കണ്ടിട്ടുള്ളത്. ക്രിസ്തുവിൻ്റെ കൂടെ ഇങ്ങനെ അൾത്താരയിൽ പാട്ട് പാടാൻ സ്റ്റേജിൽ കയറുമ്പോഴൊക്കെ ഒരു സൈഡാണ് അവൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അൾത്താരയിൽ എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്ന അജനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പാട്ട് പാടി നടക്കുന്ന അജനെ പ്ലസ് ടു മുതൽ അവളുടെ ഡിഗ്രി ജീവിതം പോലെ ഇങ്ങനെ പാട്ട് പാടി ഞാൻ കൂടെ നടന്നിട്ടുണ്ട്. ഒരു ദിവസമാണ് ഞാനിത് അജന ക്യാൻസറിന് ശേഷം ആദ്യം ക്യാൻസർ വന്ന് റിക്കവറിന് ശേഷം കാണുന്നത്. മുഖമൊക്കെ അല്പം വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. ഇത് ചോദിക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, കുറേ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അതിനെ വിശേഷമൊക്കെ പറഞ്ഞു. റിക്കവറായി പുതിയ യാത്ര തുടങ്ങുന്ന സമയമാണ്. ഒരു പ്രതീക്ഷയോടെ അജന നടക്കുന്ന, അജന വീണ്ടും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നതും ക്രിസ്തു സ്നേഹിക്കുമെന്ന് പറയുന്നതും ഈ ഒരു അവസ്ഥയിലും, ക്യാൻസറിൻ്റെ തുടക്കത്തിൻ്റെ അവസ്ഥയിലും അതൊന്നും ചിന്തിക്കാതെ ക്രിസ്തു എന്നെ സ്നേഹിക്കുമെന്ന് പറയുന്നതൊക്കെ അനുഭവിക്കാൻ പറ്റി. സെൻറ്റ് പാട്രിക് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അജന ഇതെല്ലാം പറയുന്നത്. നമുക്ക് ഷോക്കാവുന്ന നിമിഷം, പക്ഷേ മനോഹരമായിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനോട് ഇനിയും ജീവിക്കണമെന്ന് പറയുന്ന, ഒത്തിരി പാട്ട് പാടണമെന്ന് പറയുന്ന, ഒത്തിരി ക്രിസ്തു കൊടുക്കണമെന്ന് പറയുന്ന ഒരു അജനെ ഞാൻ കണ്ടു. അതെൻ്റെ മനസ്സിലെപ്പോഴും ആ നിമിഷം ഇങ്ങനെ മായത് കിടപ്പുണ്ട്. അതിനുശേഷവും അജന കൂടെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു നിമിഷം ഹൃദയത്തിൽ പൊള്ളുന്ന സ്നേഹത്തോടെ ക്രിസ്തുവിനെ സ്നേഹിക്കണമെന്ന പ്രേരണയോടെ നിൽക്കുന്നു. അതിനോട് ഞാൻ നന്ദി പറയുന്നു. അതിന് എൻ്റെ സ്വന്തം, എൻ്റെ മകളെപ്പോലെ ജീവിച്ച് നടന്നതിന് ഒത്തിരി ദൈവത്തിൽ നന്ദി പറയുന്നു.